ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ CPM സ്വതന്ത്രനായി രണ്ടാം ഊഴത്തിനിറങ്ങുന്ന ഹൈറേഞ്ച് സംരക്ഷണ സമിതി നേതാവ് ജോയ്സ് ജോർജിനെ ഇടുക്കി രൂപത കൈവെടിയുന്നതായി സൂചന. കഴിഞ്ഞ തവണത്തെ പോലെ സമിതി തിരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണങ്ങൾക്ക് ഇറങ്ങണോ എന്ന കൂടുതൽ ചർച്ചകൾക്ക് ശേഷമേ തീരുമാനിക്കുമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി വക്താക്കൾ അറിയിച്ചു. തിരഞ്ഞെടുപ്പിൽ വൈദികർ ഇടപെടരുതെന്ന് കാണിച്ച ഇടുക്കി രൂപത സർക്കുലറും ഇറക്കി. ഇത് രണ്ടും ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ്. ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി മത്സരത്തിനിറങ്ങുമെന്ന പ്രചരണം ശക്തമായതോടെയാണ് സഭ കടുത്ത നിലപാടുകളിലേക്ക് കടന്നതെന്നും അറിയുന്നു. ചർച്ച് ആക്ടിനെതിരെ അടക്കം സർക്കാരിനോടുള്ള എതിർപ്പിനെ തുടർന്നാണ് മനംമാറ്റമെന്നറിയുന്നു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെതിരെ ജോയ്സ് ജോർജ് അടക്കം നിലപാട് ശക്തമാക്കിയതോടെയാണ് കോൺഗ്രസ് MP ആയിരുന്ന PT ചാക്കോയെ കെട്ടുകെട്ടിച്ചത്. അത് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിലായിരുന്നു. ഇത്തവണ വൈദികർ തെരഞ്ഞെടുപ്പിൽ പക്ഷം പിടിക്കരുതെന്നാണ് ബിഷപ്പ് ജോൺ നെല്ലിക്കുന്നേൽ വൈദികർക്ക് അയച്ച സർക്കുലറിൽ പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് പരസ്യ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കരുത്, പൊതുവേദികളിൽ പങ്കെടുക്കരുത് സർക്കുലർ നിർദ്ദേശിക്കുന്നു. രൂപതയുടെ 187 വൈദികരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ബിഷപ്പ് ജോൺ നെല്ലിക്കുന്നേലിന്റെ ആഹ്വാനം. ജോയ്സ് ജോർജിനൊപ്പം അടിയുറച്ചു നിന്ന സഭയുടെ തീരുമാനം LDFനെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഹൈറേഞ്ച് സംരക്ഷണ സമിതി ആവശ്യമാണെങ്കിലും തിരഞ്ഞെടുപ്പിൽ പരസ്യ നിലപാട് സ്വീകരിക്കരുതെന്നാണ് സർക്കുലറിലെ പരോക്ഷ നിർദ്ദേശം. അതേസമയം ജോയ്സ് ജോർജിനെ പിന്തുണയ്ക്കുമെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ആദ്യമേ അറിയിച്ചിരുന്നു. കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ ഭേദഗതിക്കായി പാർലമെന്റിൽ നിരന്തരം ഇടപെട്ട ജോയ്സിന് ഒരവസരം കൂടി നൽകണമെന്നും സമിതി തീരുമാനിച്ചിരുന്നു. LDFനൊപ്പം നിന്നതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ അടക്കം സഹായത്തോടെ ജില്ലയിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനും ജോയ്സിന് കഴിഞ്ഞെന്നും അവർ വിലയിരുത്തുന്നു. എന്നാൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. മാത്രമല്ല BJP സർക്കാരിനെ പുറത്തിറക്കേണ്ടത് അത്യാവശ്യമാണ്. ന്യൂനപക്ഷങ്ങൾക്ക് രാജ്യത്ത് സുരക്ഷയില്ലാതായിരിക്കുകയാണ്. ഇതെല്ലാം കൂടി കണക്കിലെടുത്താണ് UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ സഭ രഹസ്യ തീരുമാനമെടുത്തതെന്നും ആക്ഷേപമുണ്ട്. അതിനുശേഷമാണ് ആരെയും പരസ്യമായി പിന്തുണയ്ക്കരുതെന്ന് സർക്കുലർ അയച്ചതെന്നും അറിയുന്നു. PSI പരിധി കുറിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിന്റെ ഭേദഗതിക്ക് വഴിവെച്ചത് ജോയ്സ് ജോർജിന്റെ ഇടപെടലാണെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.